റെസ്പോൺസിബിലിറ്റി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിനെ പറ്റിയിട്ടാണ്. വലിയൊരു വാക്ക് പോലെ നമുക്ക് തോന്നാനില്ലേ, ഭയങ്കര കട്ടിയുള്ളൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. പല ആൾക്കാരും പറയും നിങ്ങൾ റെസ്പോൺസിബിൾ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജോലിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാൻ ഇവിടെ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ റെസ്പോൺസിബിൾ ആവണം എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. പല സമയത്തും നമ്മൾ കാണുന്നത് എന്താ, നമ്മളൊരു കാര്യം ഏറ്റെടുത്തതിന് ശേഷം നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങ് ചെയ്യുന്നു. നല്ല കാര്യമാണെങ്കിൽ ശരി, ഇത് ഞാൻ തന്നെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് നമ്മൾ ഏറ്റെടുക്കുന്നു. പക്ഷെ അത് വേറെ രീതിയിലാണ് പോകുന്നത്, ഓപ്പോസിറ്റ് രീതിയിലാണ് പോകുന്നത്. അത്ര വിചാരിച്ചത്ര നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള ആൾക്കാരുടെ തലയിൽ വെച്ച് കൊടുക്കുന്ന ഒരു പ്രതീതി നമ്മൾ പല സമയത്തും കാണുന്ന കാര്യങ്ങളാണ് അല്ലേ. അതിനാണ് പറയുന്നത് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് നമ്മളുടെ വില ഒരിക്കലും ബാക്കിയുള്ളവർ പിന്നെ നമുക്ക് വില തരില്ല. ആ സമയത്ത് നമുക്ക് തന്നേക്കാം, പക്ഷെ അതിനുശേഷം നമ്മളൊരു വാക്കിന് ഒരാളും വില കൽപ്പിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഡിസിഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞിട്ട് എടുക്കുന്ന ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. അങ്ങനെ റെസ്പോൺസിബിലിറ്റി എടുത്തത് മോശമായി കഴിഞ്ഞാലും കുഴപ്പമില്ല, അത് ഞാൻ ഏറ്റെടുത്താണ്, എനിക്ക് പക്ഷേ തെറ്റ് പറ്റിയത് ഇങ്ങനെ ആയിരുന്നില്ല, ഒന്നുകൂടി നന്നാക്കിയിട്ട് ചെയ്യാമായിരുന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വീണ്ടും ഒരു മതിപ്പ് മറ്റുള്ളവർ തരാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ, അതായത് നമ്മൾ റെസ്പോൺസിബിൾ ഫോർ ദ ആക്ഷൻ ആൻഡ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിസിഷൻ എന്നാണ് പറയുക. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഇറങ്ങി തിരിച്ചു, ഇതിനുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ജീവിതത്തിൽ തന്നെ പല കാര്യങ്ങളും ആയിക്കോട്ടെ, മറ്റുള്ളവരെ സഹായിക്കാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു, അത് തിരിച്ചിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ നമ്മളാണ് പറയുന്നത്. ഇത് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കും, നമുക്കിത് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങളൊരാൾ വിശ്വസിച്ചിട്ട് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് നന്നായാലും മോശമായാലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ്. അത് നമ്മൾ ഏറ്റെടുക്കണം. എന്നാലാണ് നാളെ മറ്റുള്ളവർ നമുക്ക് വീണ്ടും വില കൽപ്പിക്കുകയുള്ളൂ, നമ്മളുടെ വാക്കിന് ഒരു ഉത്തരവാദിത്തം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, നമ്മൾ എപ്പോഴും റെസ്പോൺസിബിൾ ആവുക. നമ്മൾ പറയുന്ന വാക്കുകൾക്ക്, നമ്മൾ ചെയ്യുന്ന ഡിസിഷൻസുകൾക്ക്, നമ്മൾ എടുക്കുന്ന ആക്ഷനുകൾക്ക് നമ്മൾ തന്നെയാണ് റെസ്പോൺസിബിൾ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് തകുന്ന മാതിരിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക.